റെയിൽവേക്ക് വലിയ അവഗണനയാണ് കേരളത്തിൽ, അതായത് കേരളത്തോട് അവഗണന കാട്ടുന്നു. ഇതാണ് എപ്പോഴും കേൾക്കുന്ന ഒരു സാധനം. പക്ഷേ UPA സർക്കാർ വന്നതിൽ നിന്ന് എത്രയോ വ്യത്യാസമാണ് NDA സർക്കാർ വന്നപ്പോൾ കിട്ടിയത്. ഇപ്പം നമുക്ക് പറയുന്നത് നമോ ഭാരത് ട്രെയിൻ കിട്ടുമെന്നൂടെയാണ്. എങ്ങനെയാണ് ചേട്ടൻ ഇതിനൊന്ന് വിലയിരുത്തുക? അല്ല, ശരിക്കും അത് വളരെ ഇപ്പോൾ കേരളത്തിൽ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾ പറയുന്നതിനകത്ത് ഒരു അത്ഭുതമില്ല കേട്ടോ. അവരങ്ങനെയാണ് പറയേണ്ടത്. കാരണം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നൊരു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. കേരളം ഭരിക്കുന്ന ആളുകളും അങ്ങനെ തന്നെ പറയണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അവരങ്ങനെ പറഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും കുറച്ചുകൂടി കൂടുതൽ കിട്ടുള്ളൂ. പക്ഷേ ഒരു വസ്തുതയുള്ള കേരളത്തെ സംബന്ധിച്ച് ആകെ 15,700 കോടി രൂപയുടെ ആസ്തിയെ കേരളത്തിലെ റെയിൽവേക്ക് കഴിഞ്ഞ 70 കൊല്ലക്കാലത്ത് ചരിത്രത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ. ആകെ എത്രേ ഉള്ളൂ. പക്ഷേ ഈ വർഷം അനുവദിച്ചിരിക്കുന്നത് 3042 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം 3011 കോടി രൂപയാണ്. എന്ന് വെച്ചാൽ ഈ 2 കൊല്ലക്കാലം കൊണ്ട് റെയിൽവേയുടെ ആസ്തിയിലുണ്ടായിട്ടുള്ള വർധനവ് 6000 കോടിയാണ്. എന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നാമമാത്രമായിട്ടുള്ള ആസ്തിയുള്ളൂ കേരളത്തിലെ റെയിൽവേക്ക്. കുറേ സ്ഥലം കേരളത്തിലുണ്ട്. ആ സ്ഥലമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവൻ ടു എറണാകുളം തുടങ്ങിയിട്ട് ആലപ്പി റൂട്ടിൽ അതെല്ലാം മറ്റേ സിംഗിൾ ലൈനാണ്. അതെ, ഒന്നും ഡബിൾ ചെയ്തിട്ടില്ല. കാരണം കുറേ സ്ഥലം അപ്പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അവിടേക്ക് 200 രൂപയും 300 രൂപയും സെൻറ്റിന് വിലയുള്ള സമയത്ത് സ്ഥലം എടുത്തിട്ടു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് യാതൊരു വികസനവും കഴിഞ്ഞ ഏറെ കാലങ്ങളായിട്ട് കേരളത്തിൽ റെയിൽവേക്ക് ഉണ്ടായിട്ടില്ല. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എറണാകുളം സിറ്റിക്കകത്തുള്ള ഏറ്റവും വലിയ എറണാകുളം ടൗണിൻ്റെ റെയിൽവേ സ്റ്റേഷൻ, അവിടെ ആകെ 2 റെയിലാണുള്ളത്. വളരെ കഷ്ടമാണ്. 2 പ്ലാറ്റ്ഫോമാണ് അവിടെ ഉള്ളത്. നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. എറണാകുളം പോലെയുള്ളൊരു വലിയൊരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ കഴിഞ്ഞ 70 വർഷക്കാലത്തോളം ഇന്ത്യ ഭരിച്ചിട്ടുള്ള ആളുകൾ അവിടെ കൊണ്ടുവന്ന് 2 പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അതിൽ നിന്ന് മാറ്റമാണ് റെയിൽവേക്ക് പുതുതായിട്ട് വരുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ ഏകദേശം 15-16 റെയിൽവേ സ്റ്റേഷനിൽ കാതലായിട്ടുള്ള മാറ്റം വരികയാണ്. അതെല്ലാം ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരികയാണ്. അമൃത് ഭാരത് പദ്ധതിയൊക്കെ അമൃത് ഭാരത് പദ്ധതി കൂടി വരികയാണ്. അമൃത് ഭാരതിൽ എറണാകുളം കൊച്ചിക്ക് കിട്ടിയത് ഏകദേശം 346 കോടി രൂപയാണ് കോർപ്പറേഷന് കിട്ടിയത്. അത് തന്നെ റെയിൽവേയുടെ എല്ലാ സ്ഥലത്തും വികസനം വന്നിട്ടുണ്ട്. സകല റെയിൽവേ സ്റ്റേഷനുകളിലും വികസിക്കുന്നു. അതിനെല്ലാം അന്തർദേശീയമായിട്ടൊരു മാനം അതിനകത്ത് കൈവരുന്നു. അപ്പോൾ ഇതെല്ലാം വരുന്നതിനകത്ത് കോടിക്കണക്കിന് ഉറുപ്പിക ആവശ്യമുണ്ട്. ഇതിൻ്റെ ഒന്നും കണക്കുകൾ നമ്മുടെ ഭരിക്കുന്ന പാർട്ടിയോ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളോ ആരും ഇതിനെക്കുറിച്ച് പറയാറില്ല. മറിച്ച് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുള്ളതാണ്. ഈ ഞങ്ങൾക്ക് കിട്ടാത്തതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ ഇവരാരും അവതരിപ്പിക്കാറില്ല. ഇപ്പോൾ നമുക്ക് ട്രെയിൻ ഒന്നും ഇരിക്കട്ടെ, പുതിയ ട്രെയിൻ കിട്ടിയിട്ടില്ല. ട്രെയിൻ എവിടെയാണ് ഓടിക്കുക? ട്രെയിൻ ഓടിക്കാൻ കേരളത്തിൽ എവിടെ സ്ഥലമുള്ളത്? ഏത് ട്രാക്കിൽ കൂടി ട്രെയിൻ ഓടിക്കും? ട്രെയിൻ നിർത്താൻ സ്ഥലമുണ്ടോ? അപ്പോൾ ആ സമയത്ത് പറയും ട്രെയിൻ വൈകി എന്ന് പറയും. ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ ഓടിച്ചു, ഉടനെ തന്നെ പറഞ്ഞു വന്ദേ ഭാരത് ട്രെയിൻ ഓടിച്ചതിൻ്റെ പേരിൽ ഞങ്ങളുടെ ട്രെയിൻ 15 മിനിറ്റ് നേരം വൈകി. അത് പിടിച്ചിടുന്നു. വന്ദേ ഭാരത് ട്രെയിൻ പിടിച്ചിടുന്നു, അതിനെ കല്ലെറിയുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ട്രെയിനിന് കല്ലെറിയുന്ന സംസ്ഥാനം. ആദ്യകാലത്ത് ട്രെയിനിന് നമ്മൾ പോകുന്ന സമയത്ത് ആന്ധ്രാപ്രദേശിൽ ചില സ്ഥലങ്ങളിൽ കല്ലെറിയായിരുന്നു, ആഗ്ര കഴിഞ്ഞ ചില സ്ഥലത്ത് കല്ലെറിയായിരുന്നു. ഈ 2 സ്ഥലങ്ങളിലാണ്. വിജയവാഡയ്ക്ക് ഇപ്പുറത്ത് കല്ലെറിയായിരുന്നു. അങ്ങനെ 2-3 സ്ഥലത്താണ് ഇന്ത്യയിൽ കല്ലേറുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വ്യാപകമായിട്ട് ട്രെയിനിനെതിരായിട്ട് കല്ലേറ് നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ തിരൂര് കല്ലേറ് നടക്കുന്നു, കേരളത്തിൻ്റെ മലബാർ ഭാഗത്തേക്ക് പോകുമ്പോൾ കല്ലേറ് നടക്കുന്നു, തിരുവിതാംകൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ കല്ലേറ് നടക്കുന്നു. ഇങ്ങനെ വ്യാപകമായിട്ട് കല്ലേറ് നടക്കുന്നതിൻ്റെ കാരണം പറയുന്നത്, ട്രെയിൻ പിടിച്ച് നിർത്തുന്നതിൻ്റെ കാരണം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ട്രെയിൻ വൈകുന്നു എന്നുള്ളതാണ്. ഈ ട്രെയിൻ വൈകുന്നതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? അത് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരല്ലേ, അല്ലെങ്കിൽ കേരളത്തിൽ മറ്റുള്ള ആളുകളല്ലേ അതിന് ഉത്തരവാദികൾ? ഉത്തരവാദികളാണ് സത്യത്തിൽ. അവർ ഇത് യഥാർത്ഥമായിട്ട് കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് ട്രെയിൻ ഓടണമെന്ന് യാതൊരു നിർബന്ധം അവരെ സംബന്ധിച്ചില്ല. നമുക്കറിയാലോ, ഒരു സമയത്ത് കേരളത്തിൽ ട്രെയിനുകൾ വന്ന സമയത്ത് ഒരാൾ തമാശയ്ക്ക് പറയാറുണ്ടായിരുന്നു, ട്രെയിൻ വരണമെന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞു അത്രേ, കൃത്യസമയത്താണല്ലോ എന്ന് ചോദിച്ചു എന്നാണ്. ഉടനെ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇന്നലത്തെ ട്രെയിനാണത്രേ. എന്ന് വെച്ചാൽ ട്രെയിനുകൾ 24 മണിക്കൂർ നേരം ഓടിക്കൊണ്ടിരുന്ന കേരളത്തിൽ നിന്നുണ്ടായിരുന്ന റെയിൽവേ വകുപ്പ് മന്ത്രി പനമ്പള്ളി ഗോവിന്ദമേനോൻ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിലെ അവസ്ഥയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേക്ക് വികസനം വന്നത് 2 പേരുടെ കാലത്താണ്. ഒന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ കാലത്തും മറ്റേ ഒ രാജഗോപാലിൻ്റെ കാലത്തും. പക്ഷേ അതിനേക്കാളൊക്കെ വികസനം വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴെയാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെക്കാളും 31 കോടി രൂപയുടെ വർധനവേ ഉണ്ടായുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ പോലും കോടികളാണ് കേരളത്തിലേക്ക് റെയിൽവേയുടെ പേരിൽ വരുന്നത്. അത് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ. കൂടുതൽ ട്രെയിൻ ഓടിക്കാനുള്ളൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കണം. അതിനു വേണ്ടിയുള്ള ട്രെയിനുകൾ വരണം. നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? എല്ലാ സ്ഥലത്തും ട്രെയിൻ പോകുന്ന വഴി അതിങ്ങനെ വളഞ്ഞു കിടക്കുന്ന റെയിൽപാതകളാണ്. എത്ര വേഗത്തിൽ ട്രെയിന് പോകാൻ സാധിക്കും? 40 കിലോമീറ്റർ, 50 കിലോമീറ്റർ. അത് മാറിയിട്ട് നമോ ഭാരത് വരുന്ന സമയത്ത് അതിൻ്റെ ട്രെയിനിൻ്റെ വേഗത 200 കിലോമീറ്റർ വേഗതയിലാണ് ട്രെയിൻ പോവുക. 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ കേരയിൽ വരില്ലേ? കേരയിൽ വന്നാൽ തിരുവനന്തപുരത്ത് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പം മേടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ പാലക്കാട് പോകുന്നു തിരിച്ചു വരുന്ന ആളെ സംബന്ധിച്ച് 2.5 മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ ആ 2.5 മണിക്കൂർ വേണ്ടപ്പ 1.5 മണിക്കൂർ കൊണ്ട് അപ്പം മേടിച്ചിട്ട് ഗോവിന്ദ മാഷ് വേണമെങ്കിൽ പാലക്കാട് നിന്ന് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് പോയിട്ട് വേണമെങ്കിൽ അപ്പം വിറ്റിട്ട് വേണമെങ്കിൽ തിരിച്ചു വരാൻ പറ്റും.
അത്രയ്ക്ക് വേഗതയുള്ള ട്രെയിനുകളാണ് നമോ ഭാരതിൻ്റെ ട്രെയിനുകൾ. വന്ദേ ഭാരതിനേക്കാൾ കൂടുതൽ വേഗത്തിൽ ട്രെയിൻ യാത്ര ചെയ്യുന്നു. വന്ദേ ഭാരത് അതുപോലെ തന്നെയാണ്. ഈ സാധനങ്ങളുടെ ഇത്തരം ട്രെയിനുകൾ കേരളത്തിലേക്ക് കൂടുതലായിട്ട് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഈ റെയിൽവേ ബഡ്ജറ്റിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പഴയ കൂട്ട് പാസഞ്ചർ ട്രെയിൻ ഓടിച്ചുകൊണ്ട് 40 കിലോമീറ്റർ വേഗത്തിൽ ട്രെയിൻ പോയിക്കൊണ്ട് എല്ലാ സ്റ്റോപ്പിലും നിർത്തിക്കൊണ്ട് പരമാവധി ബ്ലോക്കുകൾ ഉണ്ടാക്കിക്കൊണ്ട് ജനസഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റെയിൽവേയുടെ വികസനമല്ല ഇന്നിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് പ്ലാനുള്ളത്. സെൻട്രൽ ഗവൺമെൻറ് പ്ലാൻ ആധുനിക സംവിധാനങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തലാണ്. ജനങ്ങളുടെ വേഗതയെ പരമാവധി അതിനെ ഉപയോഗപ്പെടുത്തലാണ്. അതിനു വേണ്ടിയുള്ള ജനങ്ങൾക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കലാണ്. അതാണ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഡെവലപ്മെൻറ്റാണ്. അപ്പം അതിന് കാലത്ത് നമുക്ക് ഒന്നിനും സമയമില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും വേഗത്തിലെത്തണം. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രെയിനുകളുടെ വേഗത, ട്രെയിനുകളുടെ എണ്ണം കൂട്ടണം, ഇതൊക്കെ തന്നെയാണ് ആവശ്യവും. അതെ. പക്ഷേ അതിനുള്ളിൽ പരിമിതികളെ ആരും മനസ്സിലാക്കുന്നില്ല. ഈ 70 വർഷത്തോളം രാജ്യം ഭരിച്ചിരുന്ന മറ്റു പാർട്ടിക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും നാളെ റെയിൽവേ വികസനം വരാത്തത്? പണ്ട് നമുക്ക് റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കാൻ പറ്റില്ലായിരുന്നു. മുഴുവൻ മനുഷ്യ വിസർജനമാണ്. അതൊക്കെ മാറിയില്ലേ? പിന്നെ ട്രെയിനിനകത്ത് നമുക്കൊരു വൃത്തിയോടുകൂടി അതിനകത്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു കോച്ചുകൾ ഉണ്ടായിരുന്നില്ല. അത് മാറിയില്ലേ? ഇപ്പം നമ്മൾ പണ്ട് പറയുന്ന ആ പാസഞ്ചർ ട്രെയിനിൻ്റെ മുഖം തന്നെ മാറിയിട്ട് മെമു എന്നൊക്കെ ഉള്ള രീതിയിൽ, അല്ലെ കുറച്ചുകൂടെ വേഗത്തിൽ പോകുന്ന ട്രെയിനുകൾ, ഇതൊക്കെ വന്നപ്പോൾ ജനങ്ങൾ റെയിൽവേയോട് കൂടുതൽ അടുത്തു. പക്ഷെ അവരെ അകറ്റാൻ അല്ലെ സൗകര്യങ്ങളൊന്നും കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്ന് ബോധപൂർവം പ്രചരിപ്പിക്കാൻ ഇപ്പോഴും ചിലർ ശ്രമിക്കുകയാണോ? അല്ല, അങ്ങനെ ആ ശ്രമം വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒന്ന്, നമുക്ക് എല്ലാവർക്കും ജാത്യാലിൻ്റെ ചില സ്വഭാവങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ ജാത്യാൽ തൂത്താ പോവില്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് ചില സ്വഭാവമുണ്ട്. ആരെ കണ്ടാലും കുറ്റം പറയേണ്ടി വരും. അത് ഞാനിപ്പോൾ എന്നോട് നിങ്ങൾ നോക്കിയിട്ട് എന്നെ നോക്കി ചിരിച്ചാലേ അങ്ങനെ ചിരിച്ചു എന്ന് ഞാൻ പറയും, അല്ലെങ്കിൽ ഇങ്ങനെ നോക്കി എന്ന് ഞാൻ പറയും. അപ്പോൾ ഏതെങ്കിലും കുറ്റങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില പ്രത്യയശാസ്ത്രങ്ങളുടെ സവിശേഷതയാണ്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നോക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ എവിടെയാണെങ്കിലും ഇതര പ്രസ്ഥാനങ്ങളുടെ കുറ്റങ്ങൾ മാത്രം കണ്ടുപിടിക്കുന്ന സ്വഭാവമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഉള്ളത്. കേരളത്തിൽ എല്ലാവർക്കും ഇടതുപക്ഷ സ്വഭാവമാണ്. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ സ്വഭാവമാണ്. കേരളത്തിൽ കോൺഗ്രസ്സുകാരൻ്റെ സ്വഭാവമാണ്. ഒരു പരിധിവരെ കേരളത്തിൽ BJP-കാരൻ്റെ സ്വഭാവം അതാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനമല്ല ലക്ഷ്യം വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇത്തരത്തിൽ കുറ്റങ്ങൾ പറയും. നമുക്ക് റെയിൽവേയുടെ ചരിത്രം തന്നെ പരിശോധിച്ച് നോക്കൂ. റെയിൽവേയിൽ നമ്മൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുന്ന ഏതാണ്? വളരെ പഴഞ്ചൻ ബോഗികളാണ് കേരളത്തിലുണ്ടായിരുന്നത്. ഇതിനാണ് ഇപ്പോഴാണ് മാറ്റം വന്നത്. വൃത്തിയുള്ള ബോഗികൾ, നിങ്ങൾക്ക് സഞ്ചരിക്കാൻ കൊള്ളാവുന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ ബോഗികളിലേക്കും മാറ്റം വന്നു. ഈ ട്രെയിനിന് ബോഗികളെല്ലാത്തിനും മാറ്റം വന്നു. അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ട്രെയിൻ കൊണ്ടുവന്നിരിക്കുന്നത് തുടങ്ങിയിട്ട് നമ്മൾ തെറ്റായിട്ട് നറേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണ ചോദിച്ചാൽ പറയും അത് ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്നതാണ്. ഇങ്ങനെ ബ്രിട്ടീഷുകാരൻ കൊണ്ടുവന്ന സാധനം അല്ലല്ലോ ഇത്. കേരളത്തിലേക്ക്, കൊച്ചിയിലേക്ക് ട്രെയിൻ ഷൊർണൂരിൽ നിന്ന് എത്തിച്ചത് രാമവർമ്മ തമ്പുരാനാണ്. മഹാരാജാവാണ്, കൊച്ചി മഹാരാജാവാണ്. രാജർഷി രാമവർമ്മയാണ്. അദ്ദേഹം തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ തിരുവാഭരണം അടക്കമെടുത്ത് വിറ്റ് സ്വന്തം ഭാര്യയുടെ കെട്ടുതാലി ഒഴിച്ചുള്ള മുഴുവൻ ആഭരണങ്ങളും അത് വിറ്റിട്ട് സമ്പാദിച്ച് 24 ലക്ഷം രൂപ കൊണ്ടാണ് 1914 ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് റെയിൽവേ കൊണ്ടുവന്നത്. അന്ന് ബ്രിട്ടീഷുകാരൻ എന്താ ചെയ്തേ? നമ്മളോട് ചോദിച്ചാൽ ബ്രിട്ടീഷുകാരനെ കൊണ്ടുവന്നെന്നാണല്ലോ പറയുക. ബ്രിട്ടീഷുകാരൻ റെയിൽ കൊണ്ടുപോയത് എവിടേക്കാണ്? നിലമ്പൂർക്കാണ് കൊണ്ടുപോയത്. എന്തിനാണ് നിലമ്പൂർ കൊണ്ടുപോയത്? ഏത് ട്രെയിനാണ് കൊണ്ടുപോയത്? മീറ്റർ ഗേജാണ്. എന്താ മീറ്റർ ഗേജ് കൊണ്ടുപോകാൻ കാരണം? ഗുഡ്സ് ഓടിക്കണം. എന്തിനാണ് ഗുഡ്സ് ഓടിക്കുന്നത്? അവിടെ ചന്ദനം കടത്തണം. ചന്ദനവും തേക്കും കടത്തി കൊണ്ടുവന്ന് അവിടെ നിന്ന് എറണാകുളത്ത് കൊണ്ടിരുന്നു. രാജർഷി രാമവർമ്മ അത് എറണാകുളം വരേക്ക് എത്തിച്ചു. ആ ട്രെയിൻ ഐലൻഡിലേക്ക് എത്തിക്കുന്ന പണിയാണ് ഇവർ ചെയ്തത്. കാരണം ഐലൻഡിൽ നിന്ന് നാവിക മാർഗം അത് നേരെ ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടുന്ന് ഉരുപ്പിടികൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നു, മരം അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ഉരുപ്പിടിയായിട്ട് ഇവിടുന്ന് കൊണ്ടുവരുന്നു. ഇവിടുന്ന് 50 രൂപയ്ക്ക് തേക്ക് അങ്ങോട്ട് മേടിച്ചു കൊണ്ടുപോകുന്നു. 50,000 രൂപയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നു. ഇന്ത്യക്കാർ മുഴുവൻ പിഴിഞ്ഞെടുക്കുന്ന ബ്രിട്ടീഷ് നയത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള റെയിൽവേയുടെ വികസനമെന്ന് ധരിച്ചവരാണ് നമ്മൾ പലപ്പോഴും. ഇന്നിപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇന്ന് ഓടുന്ന ട്രെയിനുകൾ ഗുഡ്സ് ട്രെയിനോട് തുല്യമായ രീതിയിലോ ഒരെണ്ണമെങ്കിലും കൂടുതലായിട്ടുള്ള രീതിയിലോ സാധാരണക്കാരന് സഞ്ചരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ട്രെയിനുകളാണുള്ളത്. ഇന്ന് എക്സ്പ്രസ്സുകളുണ്ട്, ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനുകളുണ്ട്, മെമു സർവീസുകളുണ്ട്, നമോ ട്രെയിനുകളുണ്ട്, വന്ദേ ഭാരതുണ്ട്. ഈ ട്രെയിനുകളൊക്കെ തന്നെ സാധാരണക്കാരന് പ്രയോജനപ്പെടുത്താവുന്നതാണ്. അവന് വേഗത്തിൽ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണം. അതിന് വളരെ സൗകര്യം ഈ നമോ ട്രെയിനുകളാണ്, വന്ദേ ഭാരത് ട്രെയിനുകളാണ്. ഇന്നിപ്പോൾ അതുകൊണ്ടാണ് വന്ദേ ഭാരതിലേക്ക് നിങ്ങൾ ഒരു 10 ദിവസം മുമ്പ് വരെ നിങ്ങൾക്ക് ബുക്കിംഗ് കിട്ടില്ല. അത്രയ്ക്ക് തിരക്കാണ് അതിൽ. കാരണം സാധാരണക്കാരെ ആളുകൾ പറഞ്ഞിരുന്നു, ഈ പണ്ട് തോമസ് ഐസക്ക് പറഞ്ഞ കാര്യമാണ്, സാധാരണക്കാരന് ഗൂഗിൾ പേ ചെയ്യാൻ അവൻ്റെ കയ്യിൽ എങ്ങനെ മാർഗ്ഗം ഉണ്ടാവുക? മീൻ കച്ചവടക്കാരൻ എന്ത് ചെയ്യും? തേങ്ങ കച്ചവടക്കാരൻ എന്ത് ചെയ്യും? കൽപ്പണിക്കാരൻ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചത്. ആ ചോദ്യത്തിന് അർത്ഥമില്ല എന്നൊരു തോമസ് ഐസക്കിന് ഇപ്പോൾ മനസ്സിലായി. കാരണം സർവ്വസാധാരണക്കാരൻ വരെ എങ്ങനെയാണ് ഗൂഗിൾ പേ യൂസ് ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് ട്രെയിൻ സംവിധാനം വിനിയോഗിക്കുക.
വന്ദേ ഭാരതിലേക്ക് സാധാരണക്കാരാണ് അതിനകത്ത് സഞ്ചരിക്കുന്നത്. സാധാരണക്കാരന് ട്രെയിനായിട്ട് വന്ദേ ഭാരത് മാറിയിട്ടുണ്ട്. നാളെ നമ്മോ ട്രെയിൻ അതിൻ്റെ ഭാഗമായിട്ട് വരും. അവർ കണ്ണൂർക്ക് പോകുന്നതും തിരുവനന്തപുരത്തേക്ക് പോകുന്നതും കോഴിക്കോടേക്ക് പോകുന്നതൊക്കെ ഈ പറയുന്ന ട്രെയിനിൽ അവർ യാത്ര ചെയ്യും. 1 മണിക്കൂറുണ്ട്, 1.5 മണിക്കൂറുണ്ട്, 2 മണിക്കൂറുണ്ട് യഥാസ്ഥലത്തേക്ക് അവർക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കും. അങ്ങനെ കേരളത്തിൻ്റെ റെയിൽവേയുടെ വികസനവും ഇന്ത്യയുടെ ആകെയുള്ള വികസനത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നമായിട്ടുള്ളതാണ് റെയിൽവേ ആണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ അങ്ങനെയല്ല. കാരണം കേരളത്തിലെ റെയിൽവേയുടെ വികസനത്തിന് ഒരു ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഒരു കാലത്തുണ്ടായിരുന്നില്ല. ആ പരിശ്രമം കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ആധുനിക കാലത്ത് റെയിൽവേയുടെ വികസനത്തിൻ്റെ ഏറ്റവും തെളിവായിട്ട് എനിക്ക് തോന്നുന്നത്. ശരിക്കതാണ്. ശരിക്കും റെയിൽവേ ഒരുപാട് മാറിയിട്ടുണ്ട്, ഇനിയും മാറട്ടെ അല്ലേ? നമുക്കും എല്ലാവർക്കും അത് ഗുണകരമായി മാറും. അപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ എതിർപ്പ് ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത് അല്ലേ? അങ്ങനെ എടുക്കണം. കാരണം ഈ പ്രതിപക്ഷം അത് നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുള്ള അവസരം കൊടുക്കണ്ടേ? അവരെ ഒന്ന് വിമർശിച്ചു എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും വിമർശിക്കാമെന്ന് ചോദിച്ചാൽ അവർ വേറെന്താ അവർ പറയുക? അല്ലാണ്ട് കേന്ദ്രമന്ത്രി വൈഷ്ണവ് മഹാനാണെന്ന് അവർ പറയണോ? ഇന്ത്യൻ പ്രധാനമന്ത്രി മഹാനാണെന്ന് എങ്ങനെയാണ് പ്രതിപക്ഷം പറയുക? അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട്. പ്രതിപക്ഷം ഇതിനകത്ത് ഓരോ കാര്യത്തിലും ഈ പ്രതിപക്ഷത്തിന് നമ്മൾ അവരെ വിമർശിക്കുന്ന സമയത്ത് അതിന് പോസിറ്റീവായിട്ട് എടുക്കണം. അവർ വിമർശിക്കുന്നത് തിരുത്തലിന് വേണ്ടിയിട്ടാണ്. അവർ തിരുത്തുന്നത് അവർക്ക് BJPയോട് എതിർപ്പില്ല. സത്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് എതിർപ്പില്ല, നരേന്ദ്രമോദി എതിർപ്പില്ല. അവർ പരമാവധി നന്നാവുന്നതിനേലും കുറ്റം പറയാൻ പറ്റുള്ളൂ, നന്നാവാത്തതിന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് ഈ സാധനം നന്നായി കാണണമെന്ന് കേരളത്തിലെ സാധാരണക്കാരായിരിക്കുന്ന കോൺഗ്രസ്സുകാരനും സാധാരണക്കാരായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരനും ഒക്കെ ആഗ്രഹമുണ്ട്. അവരുടെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമാണ് ഈ പറയുന്ന എതിർപ്പെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ എതിർപ്പിനെയൊക്കെ തന്നെ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് അതിനെ സർവാത്മന സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ആ ജൈത്രയാത്രയുണ്ടല്ലോ, റെയിൽവേ എടുക്കരുത് ജൈത്രയാത്ര, ആ യാത്രയെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.